ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രൈനസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ യോഗയുടെ ക്ലാസ് 1ാം പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 2ാം പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാതും കിട്ടും. അപ്പോൾ നമുക്കിന്ന് യോഗയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നിന്നിട്ടുള്ള എക്സർസൈസുകളായിരുന്നു. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇരുന്നിട്ടുള്ളതാണ്. കുറച്ച് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇരുന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. 1ാം പാർട്ട് ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് 2, 3 അങ്ങനെ എന്നും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. മൊത്തം ആവണ വരെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഫസ്റ്റ് 1, 2, 3 ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം 1ാം പാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 2ാം പാർട്ട് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ യോഗ മാറ്റ് ഇട്ടിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ യോഗ മാറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് കിട്ടാത്തവർ നമ്മൾ വീട്ടിൽ ഒരു തുണി, വഴിക്ക് പോകാത്തൊരു തുണി ഉണ്ടായാൽ മതി. ആ തുണി തറയിൽ വിരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് ഇരുന്നിട്ടുള്ളത് തുടങ്ങാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ കൈയൊക്കെ കാൽപാദം ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കുത്തുക. എന്നിട്ട് നമ്മൾ നമ്മളുടെ കാൽപാദത്തെ മുന്നിലേക്കും പിന്നിലേക്കും ഇങ്ങനെ കൊണ്ടുപോകുക. 1, 2, 3, 4, 5 ഇങ്ങനെ 5 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാൽപാദം ഇങ്ങനെ കൈ ഇങ്ങനെ തന്നെ വെക്കണം. പിന്നെ കാൽപാദം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കാൽപാദത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അത് ഈ സൈഡിലേക്ക് ഉണ്ടാവും. 1 നേരെ കൊണ്ടുവരിക, 2 നേരെ വരിക, സൈഡിലേക്ക് കൊണ്ടുപോവുക, നേരെ വരിക, സൈഡിലേക്ക്, നേരെ സൈഡിലേക്ക്, നേരെ സൈഡിലേക്ക്. ഇങ്ങനെ നമ്മൾ ഒരു 4-5 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞുള്ളത് നമ്മൾ കൈയൊക്കെ അങ്ങനെ തന്നെ വെച്ച് നിവർന്ന് ചെയ്യുന്ന അങ്ങനെ കാല് അടുപ്പിച്ച് വെച്ചിട്ട് പാദം റൊട്ടേഷനാണ്. പാദം റൊട്ടേഷൻ ആദ്യം ഒരു സൈഡിൽ ചെയ്യണം, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സൈഡിലേക്ക് ചെയ്യാം. 1, 2, 3, 4, 5 അങ്ങനെ 5 പ്രാവശ്യം ചെയ്യാം. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 1, 2, 3, 4, 5. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും ഇരുന്നിട്ട് നമ്മുടെ കാൽപാദത്തെ തൊടണം. അത് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ നല്ല വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ ചെയ്ത് നമുക്ക് ശരി ആദ്യം നമ്മൾ തൊടാൻ പറ്റുന്ന അത്ര കാൽപാദം തൊടാൻ പറ്റുന്ന എങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ തൊടാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, കാൽപാദത്തെ അങ്ങനെ ചെന്നിട്ട് നമ്മൾ ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കാം. നമുക്ക് എത്ര സമയം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും അത്ര സമയം, കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാൽപാദം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് ഇങ്ങനെ കാൽപാദം പിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ പറ്റുന്നത്ര ഇങ്ങനെ കാലിങ്ങനെ തൊടാനെങ്കിൽ ശ്രമിക്കണേ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ പാദത്തിൻ്റെ ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്ക്, സൈഡിലേക്ക് ചെയ്ത് നമ്മൾ റൊട്ടേഷൻ ചെയ്തു. ഇനി പാദം അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കൈകൾ, 2 കൈകളും കൂടി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തോണി തുഴയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തോണി തുഴയണ പോലെ പാദങ്ങളൊക്കെ അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ ആദ്യം തുഴയും. 1, 2, 3. ഇനി അതേപോലെ ഈ സൈഡിലും അങ്ങനെ ചെയ്യാം. 1, 2, 3. അപ്പോൾ ഇതിന് തോണി തുഴയൽ എന്നാണ് പറയുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ചക്കിലാട്ടൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കാൽപാദം അങ്ങനെ അടുപ്പിച്ച് വെച്ച് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കാൽപാദത്തിൻ്റെ അപ്പുറം കൂടി ഇങ്ങനെ വട്ടം കറങ്ങണം. അപ്പോൾ നോക്കുക,
1 2 3. അതിങ്ങനെ എത്രയും വരെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ആയി കൂടി ചങ്ങാഞ്ഞിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വന്നാൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ തന്നെ 1 2 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 3 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞാൽ പിന്നത്തത് മത്സ്യകന്യക പോസാണ്. അപ്പോൾ മത്സ്യകന്യക എങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഒരു കാല് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ കൈ ബാക്കിലേക്ക് കുത്തി, പിന്നെ ഈ ഒരു കാല് മാത്രം ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കുത്തുക. എന്നിട്ട് ഈ കുത്തിയ സൈഡിലേക്ക് ആദ്യം നമ്മൾ കഴുത്ത് തിരിക്കാം. നേരെ വരിക, അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ ഒരു 3 or 5 പ്രാവശ്യം ചെയ്യും. കാല് ശരിക്കും വയ്ക്കുക. പിന്നെ അടുത്ത കാല് അതേപോലെ ഈ സൈഡിൽ കുത്തുക. അങ്ങനെ കുത്തിയിട്ട് കൈകൾ ബാക്കിൽ കുത്തി അത് നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുക, നേരെ നോക്കുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക, നേരെ വരിക. അങ്ങനെ 3 or 5 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. നെക്കിൻ്റെ എക്സസൈസ് ആണ്. അപ്പോൾ മത്സ്യകന്യക പോസ്, അത് മത്സ്യകന്യയെ പോലെ ഇരുന്നിട്ട് നെക്ക് തിരിക്കണം. ഇത് കഴിഞ്ഞു. അപ്പോൾ മത്സ്യകന്യക പോലെ ഇരുന്നിട്ട് നമ്മൾ നെക്ക് തിരിക്കണം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റാണ്. ആ റെസ്റ്റ് ചെയ്യേണ്ട കാലുകൾ അടുപ്പിച്ച് വെച്ച് കൈകൾ രണ്ടും ബാക്കിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കഴുത്ത് പൊക്കിയിട്ട് കണ്ണുകൾ അടച്ച് ഇങ്ങനെ കുറേ സമയം ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ആയാൽ കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ ഇനി അടുത്ത പാർട്ട് ഇത്രയും വരെ ഓരോ ദിവസവും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യുക, പിന്നീട് ഈ സെക്കൻഡ് പാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി പോവാം. അപ്പോൾ ഇനി 3ാം പാർട്ട് 4ാം പാർട്ട് അങ്ങനെ ഇനി കുറച്ചധികം പാർട്ടുകളായിട്ട് വരും. ഇതെല്ലാതും കൂടി ചെയ്താണ് സൂര്യ നമസ്കാരമൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും കൂടി സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത്രയും ചെയ്തതും നമ്മൾ ആ ഫസ്റ്റ് പാർട്ടും പിന്നെ ഈ സെക്കൻഡ് പാർട്ടും വീണ്ടും ഒരു 5 ദിവസം കൂടിയെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ സെക്കൻഡ് പാർട്ടും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യണം, അതിന് ശേഷം സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടുമായി കാണുന്നവരെ ബൈ.